ഒക്ടോബർ 7 അവിടെ ഗാസയിൽ നടക്കുന്ന ആഘോഷവും ഇസ്രായേലിലേക്ക് പോയിട്ട് നടത്തിയ ആ തീവ്രവാദ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ടിവിയിൽ അൽ ജസീറ ടിവിയിൽ കണ്ടിട്ട് ഖത്തറിൽ അവരുടെ വസതിയിൽ ഇരുന്നിട്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട് ചന്തി പൊക്കി കാണിക്കുന്ന പരിപാടിയാണ് ഈ കാണിക്കുന്നത്. അതിനോടുള്ള നന്ദി പ്രകാശിപ്പിക്കണം. അതിനുവേണ്ടി അള്ളാഹു അവരെ പിന്തുണച്ചു. നിങ്ങൾക്ക് ഇതിനോട് യോജിക്കാൻ കഴിയും? എത്ര പേർക്ക് ഇതിനോട് യോജിക്കാൻ കഴിയും? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു തീവ്രവാദ ആക്രമണം കണ്ടിട്ട് അതിൽ ആഹ്ലാദിക്കുക, അതിൽ അള്ളാഹുവിനോട് സ്തുതി പറയാന്ന് പറയുമ്പോൾ നിങ്ങൾ പച്ചയായിട്ട് സമ്മതിക്കുന്ന എന്താണ്? അള്ളാഹു തീവ്രവാദികളോടൊപ്പമാണ്, അള്ളാഹു തീവ്രവാദത്തിനൊപ്പമാണ് എന്ന് തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞത്? ഈ തിരിച്ചറിവ് തന്നെയാണ് എന്നെ പോലുള്ള ആളുകൾക്ക് ഈ മതത്തെ തള്ളി പറയാനും യഥാർത്ഥ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഐസിസ് ആണ്, യഥാർത്ഥ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഹമാസ് ആണ് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നതും. അത് തിരിച്ചറിഞ്ഞപ്പോൾ ഈ ഇസ്ലാം സാധാരണ പീസ് ലവിംഗ് ആയിട്ടുള്ള നല്ല മനുഷ്യന്മാർക്ക് പറഞ്ഞിട്ടുള്ള സാധനം അല്ല എന്നും, ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ ഇസ്ലാം എന്ന് പറയുന്ന സാധനം ആവശ്യമില്ല എന്നും, നിങ്ങൾ എത്ര നല്ല മനുഷ്യനാണെങ്കിലും നിങ്ങളെ കൊണ്ട് തീവ്രവാദി പോലും ആക്കാൻ, ഏറ്റവും മോശകരമായിട്ടുള്ള ഏറ്റവും വൃത്തികെട്ട ചെയ്തി പോലും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഇസ്ലാമിന് സാധിക്കുമെന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മൾ ആ സാധനത്തെ എടുത്തിട്ട് കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞ് നമ്മളിവിടെ ഒരു എക്സ് മുസ്ലിമായിട്ട് മാറേണ്ടി വന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണ്ടേ? ഇത് മുസ്ലിങ്ങൾ തിരിച്ചറിയണ്ടേ? ഈ പറയുന്ന പ്രവൃത്തികളോട് എത്ര മുസ്ലിങ്ങൾ യോജിക്കും? ഇങ്ങനെ ഒക്ടോബർ 7 നടന്നത് ഒരു നരനായാട്ടാണ് എന്ന് നിങ്ങൾക്ക് സമ്മതിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ടാണ് ഹമാസ് അത് സമ്മതിക്കാതെ ഇവിടെ അതിന് അള്ളാഹുവിന് അൽഫഹം എന്തില്ല പറയാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നത്? എന്തിനു വേണ്ടിയായിരിക്കും? അപ്പൊ ഇതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഹമാസിന്റെ തൊഴിലാളികൾ മാത്രം ചെയ്ത, മുതലാളിയൊക്കെ ചെയ്ത കാര്യമായിരിക്കും. അല്ല, ഈ ഗാസൻ ജനത ഇതിനെങ്ങനെയാണ് സ്വീകരിച്ചത്? അതിൽപ്പെട്ടുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരുന്നു? അതും നമുക്കൊന്ന് കണ്ടു കളയാം. ഒക്ടോബർ 7 ഗാസൻ ജനത നടത്തുന്ന ആഹ്ലാദം, ഇസ്രായേലിന് പണി കൊടുത്തതിന്റെ സന്തോഷം, അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുവരുന്ന ആളുകളെ കാണുമ്പോൾ അവരുടെ ശരീരത്തിലേക്ക് തുപ്പുകയും അത് കണ്ടിട്ട് അവരെ ചീത്ത വിളിക്കുകയും അത് കൊണ്ടുവരുന്ന ആളുകളെ ആഹ്ലാദപൂർവ്വം സ്വീകരിക്കുകയും അതിനും അപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ അവരുടെ സന്തോഷം അർപ്പിക്കാൻ വേണ്ടി അല്ലാഹു അക്ബർ വിളിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന നടുറോട്ടിൽ സുജൂദ് ചെയ്യാൻ വരെ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ഗാസൻ ജനതയുടെ ഇടയിൽ നിന്ന് നമ്മൾ കാണുന്നത്. ഇത് തിരിച്ചറിയുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഈ ഒരു പ്രശ്നം അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ഹമാസ് തീർന്നേ പറ്റുള്ളൂ, ഹമാസ് അവിടുന്ന് ഇറങ്ങി പോയേ പറ്റുള്ളൂ. അത് നമ്മൾ പറയേണ്ടതായിട്ട് വരും. അത് പറയാൻ ഇവിടെ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? ഇതാണ് നമ്മൾ നോക്കുന്നത്. സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇവിടുത്തെ സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ആളുകൾ, എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ പല വിശ്വാസികൾ പിന്നെ പോട്ടെ, അവരുടെ ഒരു ബാധ്യതയാണ് ഇതൊക്കെ കൊണ്ടു നടക്കുക എന്നുള്ളത്. കാരണം അവർ മതത്തിൽ പഠിച്ചതല്ലേ, അവർക്ക് ഇതുപോലെ പറഞ്ഞ് പാടി നടക്കാൻ പറ്റുള്ളൂ. അവസാനത്തെ ജൂതനെ കൊന്നു തീരുന്നവർ ലോകം അവസാനിക്കില്ല എന്നൊക്കെ വിശ്വസിച്ച് നടക്കുന്ന മദ്രസ ജീവികളോട്, മദ്രസ പൊട്ടന്മാരോട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അത് അവർ ചിന്തിച്ച് നടന്നോട്ടെ. പക്ഷേ ഈ ബോധമുണ്ടെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകൾ അവരെന്താ ഇതിൽ ചെയ്യുന്നത്? അവർ ചെയ്യുന്നത് ഹമാസ് അവർ സ്വാതന്ത്ര്യ സമര പോരാളികളാണെന്ന് വിളിക്കുന്ന സ്വതന്ത്ര ചിന്തകർ ഹോസ്റ്റേഴ്സിനെ റിലീസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോൾ പ്രിസണേഴ്സിനെ റിലീസ് ചെയ്യട്ടെ ആദ്യം എന്ന് പറയുന്ന വോക്ക് ഉണ്ണാക്കന്മാർ, ഇതല്ലേ നമ്മളിവിടെ കാണുന്നത്. അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒറ്റ വാക്ക് ഇത്രയേ ഉള്ളൂ: ഫക്ക് ഹമാസ്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ.